നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഞാൻ ആതിര രവീന്ദ്രൻ. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിക്സ് പാക്സ് ഫിറ്റ്നസ് സെന്റർ, എസ്റ്റിലോ ബാത്ത് ഫിറ്റിംഗ്സ്, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് ആൻഡ് കൊച്ചിൻ കലാഭവൻ, അങ്കമാലി ഫ്രാഞ്ചൈസ്. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കം. ജനാധിപത്യ പോലീസിംഗിന്റെ തുടക്കമെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാന പോലീസിന് ജനസൌഹൃദ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പേരൂർക്കടയിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാനാവുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാവിലെ 10:30 പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP ശശിധരനോട് നേരിട്ട് ഹാജരാകുവാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 17 കേസുകളിൽ കുറ്റപത്രം തയ്യാറായെന്നും സമാന ആരോപണങ്ങളുള്ള കേസുകളിൽ ഏകീകരിച്ച് കുറ്റപത്രം നൽകുവാനാണ് ശ്രമമെന്നും വിജിലൻസ് SP കോടതിയെ അറിയിച്ചിരുന്നു. മല്ലപ്പള്ളിയിൽ പോലീസിനെതിരെ ഭീഷണി പ്രസംഗം. KP ഉദയഭാനുവിനെതിരെ കേസ്. മല്ലപ്പള്ളിയിൽ പോലീസിനെതിരെ ഭീഷണി പ്രസംഗം നടത്തിയ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിനെതിരെ കേസ്. പത്തനംതിട്ട കാട്ടാമലയിൽ പോലീസ് പരിശോധനയ്ക്കെതിരെയാണ് ഉദയഭാനു വിവാദ പ്രസംഗം നടത്തിയത്. അർജുനായങ്കിക്ക് വേണ്ടി പോലീസ് കാട്ടാമലയിൽ പരിശോധന നടത്തിയിരുന്നു. CPIM കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ചിനിടെയാണ് ഉദയഭാനുവിന്റെ ഭീഷണി പ്രസംഗം. പോലീസുകാർക്കും അമ്മ പെങ്ങന്മാരുണ്ടല്ലോ, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നായിരുന്നു പ്രസംഗം. കർണാടകയിൽ KSRTC ബസ് അപകടപ്പെടുത്തുവാൻ ശ്രമം. 3-ലധികം പേർ ബസിന് നേരെ മുട്ടയെറിഞ്ഞു. കർണാടക ബിഡദിയിൽ KSRTC ബസ് അപകടത്തിൽപ്പെടുത്തുവാൻ ആസൂത്രിത ശ്രമം. ബസ് അപകടത്തിൽപ്പെടുത്തുവാൻ 3-ലധികം പേർ ബസിന് നേരെ മുട്ടയെറിയുകയായിരുന്നു. 3 തവണ മുട്ടയേറുണ്ടായി. ബസ്സിൽ 12 യാത്രക്കാരുണ്ടായിരുന്നുവെന്ന് ഡ്രൈവർ സുരേഷ് പ്രതികരിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും മരണത്തിനിടയാക്കിയ KSRTC ബസ് അപകടമുണ്ടായ സ്ഥലത്തിന് സമീപമാണ് മറ്റൊരു KSRTC ബസിന് നേരെ കഴിഞ്ഞ ദിവസം അതിക്രമം ഉണ്ടായത്. എയർ ഇന്ത്യ വിമാനം താഴ്ന്നു പറന്ന സംഭവം. വിമാനം 250 അടി താഴേക്ക് പെട്ടെന്ന് പതിച്ചു. പ്രാഥമിക അവലോകന റിപ്പോർട്ട്. ഫുക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം പറക്കുന്നതിനിടെ താഴ്ന്നതിൽ വിമാന നിർമ്മാണ കമ്പനി എയർബസിന്റെ പ്രാഥമിക അവലോകന റിപ്പോർട്ട് പുറത്ത്. വിമാനം കുറഞ്ഞത് 250 അടി താഴേക്ക് പെട്ടെന്ന് പതിച്ചെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. എയർ ഇന്ത്യക്ക് നിർണായക റിപ്പോർട്ട് കൈമാറി. വിമാനത്തിന്റെ ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ പരിശോധിച്ചു. വിമാനത്തിന്റെ പറക്കൽ വിവരങ്ങൾ നിർണായകമാകും. കൃത്യമായ കാരണം കണ്ടെത്തുവാൻ ഇത് സഹായിക്കും. Premium and fastest moving products in Kerala. Estilo, a complete solution for your bath and kitchen fittings. ചർച്ചകളില്ല. പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ മറയാക്കി ബഹളത്തിൽ മുങ്ങിയ സഭയിൽ നിന്നും കേന്ദ്രം പാസാക്കിയെടുത്തത് 12 ബില്ലുകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം കൊടിയിറങ്ങിയെങ്കിലും അവശേഷിക്കുന്നത് നിരവധി ചോദ്യങ്ങൾ. ക്രിയാത്മകമായ ചർച്ചകൾക്ക് പകരം ഇത്തവണയും ഇരുസഭകളും ഏറെ സമയവും ബഹളത്തിൽ മുങ്ങി. നീറ്റ് വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ആവർത്തിച്ചുന്നയിച്ചപ്പോഴും ചർച്ചകളില്ലാതെ സുപ്രധാന ബില്ലുകൾ പാസാക്കിയെടുക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിൽ ഡ്രോൺ യുദ്ധം പുതിയ തലത്തിലേക്ക്. ടാസ്ക് ഫോഴ്സ് ഫാൽക്കൺ സ്ട്രൈക്ക് പ്രഖ്യാപിച്ച US. പശ്ചിമേഷ്യയിൽ ഡ്രോൺ യുദ്ധത്തെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ ടാസ്ക് ഫോഴ്സ് ഫാൽക്കൺ സ്ട്രൈക്ക് പ്രഖ്യാപനവുമായി US സെൻട്രൽ കമാൻഡ്. അമേരിക്കയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര മൾട്ടി ഡൊമൈൻ ആക്രമണ ഡ്രോൺ ടാസ്ക് ഫോഴ്സാണ് ടാസ്ക് ഫോഴ്സ് ഫാൽക്കൺ സ്ട്രൈക്ക്. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടന്നുപോകുന്നുണ്ടെന്ന ട്രംപിന്റെ അവകാശവാദം ഇറാൻ തള്ളി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.